ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇത്രയും ദിവസം എടുത്തോണ്ടിരുന്നത് സർവനാമായിരുന്നു അല്ലെ. സർവനാമില് നമ്മള് ഓരോരോ ടൈപ്സ് ആയിട്ട് പറഞ്ഞു പോയി. പുരുഷവാചക് പറഞ്ഞു, നിശ്ചയവാചക് പറഞ്ഞു, അനിശ്ചയവാചക് പറഞ്ഞു, പ്രശ്നവാചക് പറഞ്ഞു, സംബന്ധവാചക് പറഞ്ഞു. ഇന്നത്തെ എപ്പിസോഡ് നമ്മളുടെ സർവനാമിലെ ലാസ്റ്റ് വൺ ആണ്. ഏതാണ്? നിജവാചകാണ്. അതിനു മുമ്പേ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ ഏതൊരു ടോപ്പിക് പെട്ടെന്ന് വേണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാം അല്ലെ. നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചെയ്തു തരാൻ പറ്റുമെങ്കിൽ ചെയ്യാമായിരുന്നു. ഓക്കെ, ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റ്സിൽ വന്ന് ചോദിക്കാം. ഓക്കെ, അതിനും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരും. റൈറ്റ്? അതിന്റെ കറക്ഷൻസോ അറിയാത്തതോ മനസ്സിലാവാത്തതോ എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. കമന്റ് ബോക്സിൽ വന്ന് കമന്റ്സ് ഇടാം. റൈറ്റ്? സോ ഇന്നത്തെ ഒരു ടോപ്പിക് നമുക്ക് നിജവാചകാണ്. നിജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് നിജവാചക്? എന്റേതെന്ന് പറയും അല്ലെ. ഒരു എന്താണ്, നമ്മള് ഒരു വേർഡ് എന്റേതാണെന്ന് ബോധിപ്പിച്ചു തരികയാണ് അല്ലെ. നമ്മളെ കുട്ടികളാണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യാറ്. കുഞ്ഞു കുട്ടികളൊക്കെ വീട്ടിൽ കാണാറില്ലേ? അവര് ഏറ്റവും കൂടുതൽ പറയാറുണ്ട്, ഇത് എന്റെ പാവക്കുട്ടിയാണ്, അത് ഞാൻ പോയിട്ട് സ്വന്തമായിട്ട് എടുത്ത് വന്നോളാം, ഇല്ലെങ്കിൽ ഞാൻ ചെയ്തോളാം അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നിജവാചക് എന്ന് പറയുന്നത്. ജിൻ സർവനാമം കാ പ്രयोग कर्ता के साथ അല്ലെ. കർത്ത എന്ന് പറഞ്ഞ എന്താ? സബ്ജക്റ്റിന്റെ കൂടെ अपनापन का बोध के लिए किया जाता है, उसे निजवाचक सर्वनाम कहते हैं അല്ലെ. സബ്ജക്റ്റിന്റെ കൂടെ പറയുന്നതിനെയാണ് നമ്മൾ പറയാറ് അല്ലെ. ജഹാ पर वक्ता अपने या, वक्ता എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? बोलने वाला, राइट? अपने आप शब्दों का प्रयोग करता है. अपने आप शब्दों का प्रयोग करता है. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് തന്നെ വേർഡ്സ് യൂസ് ചെയ്യാണ്. അതിനെയാണ് നമ്മള് നിജവാചക് സർവനാമം എന്ന് പറയുന്നത്. എന്താ പറയണേ? നമ്മൾ അതിനെ നിജവാചക് സർവനാമം എന്ന് പറയണം അല്ലെ. എന്തൊക്കെ വരാം അവിടെ? അപ്നെ ആപ്പ് അല്ലെ, ഖുദ്, സ്വയം, നിജി, അതൊക്കെ എന്തിൽ വരുന്നതാണ്? നിജവാചക് സർവനാമിൽ വരുന്നതാണ്. मैं खुद गाड़ी चलाकर गया, ഞാൻ സ്വന്തമായിട്ട് വണ്ടി ഓടിച്ചു പോയി. मैं दुकान में अपने आप जाऊंगा, ഞാൻ കടയിലേക്ക് ഞാനായിട്ട് പോയിക്കോളാം. റൈറ്റ്? അപ്പം ഇങ്ങനെ യൂസ് ചെയ്യുന്ന വേർഡ്സിനെ എന്താണ് നമ്മൾ പറയാറ്? നിജവാചക് സർവനാം എന്ന് പറയും. നിജവാചക് സർവനാം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അപ്നാപൻ കാ ബോധ് കറാനെ വാല ശബ്ദ് അല്ലെ. ഞാൻ എന്ന വാക്കിനെ ഞാനായിട്ട് തന്നെ എല്ലാവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാണ്. വ അപ്നാ കാം സ്വയം കർലേക, അവൻ അവന്റെ ജോലി സ്വന്തമായിട്ട് ചെയ്തോളും. നമ്മളോട് ചിലപ്പോ പറയാറില്ലേ, നീ നിന്റെ കാര്യം നോക്കിക്കോളൂ, അവന്റെ കാര്യം അവൻ തനിയെ ചെയ്തോളൂ, പറയാറില്ലേ? റൈറ്റ് അല്ലെ. നമ്മൾ ഒരുപാടൊക്കെ നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മളോട് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ, ശരിയല്ലേ? അപ്പം ആ സ്വയം വരുന്ന ഒരു ബോധത്തിനെയാണ് നമ്മൾ എന്ത് പറയണത്? നിജവാചക് എന്ന് പറയണത് അല്ലെ. അതില് എന്ത് വരാം? പക്ഷെ ഇതിലൊരു കാര്യമുണ്ട്, നമ്മള് പുരുഷവാചക് സർവനാം അതിൽ എന്താ? നിജവാചകിലും ആപ്പ് എന്ന് പറയുന്ന വേർഡിന് ഡിഫറൻസ് ഉണ്ട്. നിജവാചകിൽ വരുമ്പം അതെന്താണ്? ഞാനായിട്ട് ചെയ്തോളാം എന്നുള്ളതാണ്, സെൽഫാണ്. പക്ഷേ നമ്മള് പുരുഷവാചക് സർവനാമിൽ വരുമ്പം ആപ്പ് എന്ന് പറയുന്നത് റെസ്പെക്റ്റോട് കൂടിയാണ്, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്ന വേർഡായിട്ടാണ് വരുന്നത്. ആ രണ്ട് ഡിഫറൻസ് നിങ്ങൾ ഇവിടെ ക്ലാരിഫൈ ചെയ്തേ പറ്റൂ. എന്താണ്? പുരുഷവാചകിലെ ആപ്പ് വരുന്നത് എന്താണ്? ഒരാളെ റെസ്പെക്ട് ചെയ്യുന്നതിലാണ് അല്ലെ. നമ്മൾ വലിയ ആൾക്കാരെ റെസ്പെക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്യും? ആപ്പ് എന്നുള്ളത്, റൈറ്റ്? പക്ഷെ ഇവിടെ അപ്നെ ആപ്പ് എന്ന് വരുമ്പോ എന്ത് വരുന്നു? നിജവാചകില് ഞാൻ സ്വയം എന്ന് പറഞ്ഞ വേർഡാണ് വരുന്നത്. അതിന്റെ മീനിങ് മനസ്സിലായല്ലോ? വൺ ഈസ് ഫോർ റെസ്പെക്ട് ആൻഡ് ഇൻ ദിസ് നിജവാചക് ഇറ്റ് ഈസ് ഫോർ അസ്, ഫോർ മീ, ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പൊ എന്താണ് നിജവാചക് എന്ന് പറഞ്ഞാൽ? എന്തായിരുന്നു? നമ്മൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന, ഇല്ലെങ്കിൽ ഞാൻ ചെയ്തോളാം, എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്തോളാം, അങ്ങനെ പറയണത് അല്ലെ. അവൻ അവന്റെ കാര്യങ്ങൾ അവൻ തനിയെ ചെയ്യും. ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യുന്ന പ്രൊനൗൺ ആണ്
എന്ത് നിജവാചക് സർവനാമം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നിജവാചകിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഞാൻ ഇപ്പൊ പറഞ്ഞു. ആപ് എന്ന് പറഞ്ഞ വേർഡ് പുരുഷവാചക് സർവനാമിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് റെസ്പെക്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ തനിയെ എന്നുള്ള വേർഡിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡിൽ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാൻ മറക്കരുത്. ഓക്കെ, ഇതേപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിന്റെ കൂടെ തന്നെ ഷെയർ കൂടെ ചെയ്യണം. താങ്ക് യു.